നമ്മളൊരു ദിവസം ജാപ്പനീസ് കുസിൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമായത് അവരുടെ ഡ്രസ്സിങ് ആണ്. ഈ ജപ്പാൻ ട്രഡീഷണൽ വെയറാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നെന്ന് എനിക്കറിയില്ല, എന്തിൻ്റെ കുന്തളിപ്പായിരുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ ഒക്കെ ഓരോ പരീക്ഷണങ്ങളല്ലേ, ജീവിതമേ പരീക്ഷണം. പിന്നെ യാസി വന്നപാട് ഈ ചോപ്സ്റ്റിക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ട്യൂട്ടോറിയലൊക്കെ നോക്കി പഠിക്കണ്ടായിരുന്നു. പക്ഷെ വെറുതെ ആയിരുന്നു. നമ്മൾ ഫോർക്കും കത്തിയും കൈയൊക്കെ ആയിട്ട് തന്നെ തിന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇത് 3 ആയിരുന്നു. പക്ഷേ ഇത് എന്താ പേരൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞു ഇനി വേറെ എന്തെങ്കിലും ആയിപ്പോവും. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഫുഡായിരുന്നു ഇത്. പക്ഷെ ഇത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല എൻ്റെതാണെന്ന്, കാരണം എല്ലാത്തിനും ഒരേ മുഖച്ചായിരുന്നു. പിന്നെ ഫുഡ് ഓർഡർ എടുക്കാൻ വന്ന വെയിട്രസ്സുകളുടെ രസം, അവർ മെല്ലെ സംസാരിച്ചിരുന്നത് അതുപോട്ടെ. ആൻഡ് യാസ് ഇത് കഴിച്ചപ്പോൾ അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വിജൃംഭിച്ച മുഖം കണ്ടില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും അത് തിന്ന പോലാന്ന്. കാരണം എന്ത് സാധനം വെട്ടിക്കൊടുന്ന് വെച്ച് കൊടുത്താലും കഴിക്കണവന് വരെ അത് ഒഴിവാക്കിയിട്ട് എനിക്ക് തന്നു. ഞാൻ കഴിച്ചപ്പോൾ എനിക്കതിലെ ചിക്കനും അതിൻ്റെ സോസും ഒന്നും ഇഷ്ടമായില്ല. ഞാൻ അതിലെ കോഴിമുട്ട പുഴുങ്ങിയതും അതിൻ്റെ ഇടയിൽ കുറച്ച് പച്ചരി പുഴുങ്ങിയതും ഉണ്ടായിരുന്നു, അത് മാത്രമാണ് ഞാൻ കഴിച്ചത്. കഴിക്കാൻ എക്സ്ട്രാ പ്ലേറ്റൊക്കെ കൊടുന്നിരുന്നു. അതിൽ ആ മുട്ട പുഴുങ്ങിയത് വെച്ച് കഴിക്കാൻ എന്നുള്ളതൊന്നും എനിക്ക് പറ്റിയില്ല. പിന്നെ ഈ സ്പ്രൈറ്റ് ഉള്ളതുകൊണ്ട് എന്ത് തിന്നാലും എങ്ങനെയൊക്കെ ദഹിച്ച് പോയിക്കോളും എന്നുള്ള സമാധാനത്തിൽ അവിടെ ഇരുന്നു. പിന്നെ യാസിൻ്റെ ഫുഡ് വന്നപ്പോൾ അതിൽ മിനറൽസ്, പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. ഫ്രൈഡ് ചിക്കൻ കണ്ടപ്പോഴാണ് പിന്നെ മനുഷ്യന്മാരെ കണ്ടൊരു സമാധാനം എനിക്കായത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെക്കാട്ടിയും കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് അവരത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ തെറ്റായിരിക്കാം, അറിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പാണ് രസം. കാരണം അവർ ആ കൾച്ചറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, കുടയും പൂവും കായും അവിടുത്തെ ആ ഒരു സീസണൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു 50% ഓഫറിൻ്റെ 2 കൂപ്പണും കിട്ടി നമ്മൾ പോന്നു.